Hello, my name is Chaco and I am with the partner of Network Systems, Shivakumar. Shivakumar was an employee who was working with Network Systems as a branch head and he was controlling many franchises. ഇപ്പം ശിവകുമാർ ഒരു ഫ്രാഞ്ചൈസി ഓണറായി മാറി. ഈ ജേർണി എങ്ങനെയാണെന്നൊന്ന് നമുക്ക് പഠിക്കാമല്ലോ. ഫ്രാഞ്ചൈസി സിസ്റ്റത്തിൽ ശിവകുമാർ പല വർഷം വർക്ക് ചെയ്തു. ഇപ്പം ഒരു ഓണറായി. ഈ ജേർണിയെ പറ്റി ഒന്ന് പറയാമോ? 2006 ഞാൻ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തത്. 2006 സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തപ്പം ഒരു ഐഡിയ ഇല്ലായിരുന്നു, എങ്ങനെയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈ ഫാമിലി ഓൾറെഡി വന്നു, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എംപ്ലോയി എങ്ങനെ ബിഹേവ് ചെയ്യണം, കുറേ കാര്യങ്ങൾ ഇപ്പം മെന്റർ ലെവലിലും ബാക്കി ട്രെയിനിങ് എല്ലാം കിട്ടിയ ശേഷമാണ് എനിക്കൊരു ഒരു പ്രൊഫഷണൽ ലെവലിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ഇൻഡിവിജ്വലായിട്ട് ഒരു ബിസിനസ് എങ്ങനെ റൺ ചെയ്യാം. അപ്പോൾ തന്നെ തിങ്ക് ചെയ്തു, എന്തുകൊണ്ട് നെറ്റ്വർക്ക് സിസ്റ്റം ഫ്രാഞ്ചൈസി എടുത്തുകൂടാ. ആ ടൈമിലാണ് എൻ്റെ ഹെഡായ മിസ്റ്റർ അലഗഡാറ്റൻ സാറ്, മെൻ്ററായ ചാക്കോ സാറ്, അവരെ കൺസൾട്ട് വഴി ഞാൻ 2 years മുമ്പ് ഞാനൊരു ട്രിവാൻഡ്രത്ത് നെറ്റ്വർക്ക് സിസ്റ്റം ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്തു. എംപ്ലോയിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഓൾറെഡി ഉണ്ട്. ഒരു ഓണർ ആകുമ്പോൾ കുറച്ച് പേഷ്യൻസ് വേണം, ടീം ഹാൻഡ്ലിങ് വേണം, ഒരു ഓൾറൗണ്ടർ ആയിരിക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ടീമിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന് വേണ്ടി കുറേ കാര്യങ്ങൾ പുതിയ അപ്ഡേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശിവാസ്, നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തല്ലോ. വർക്ക് ചെയ്തപ്പം കിട്ടിയ അനുഭവങ്ങളും നെറ്റ്വർക്ക് സിസ്റ്റം ഇത്രയും വർഷമായിട്ട് ഒരു ഫ്രാഞ്ചൈസിങ് കമ്പനി ആയിട്ട് ഇരിക്കുന്നതിൽ എന്താ ഒരു ഡിഫറൻസ്? ഒരു IT ട്രെയിനിങ് കമ്പനിയിൽ ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ പറ്റുമോ? അനേകർ എടുത്ത് ഫ്രാഞ്ചൈസി റൺ ചെയ്ത് സക്സസ്ഫുൾ ആകാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. അവർക്കൊരു പ്ലാൻ ഉണ്ട്, അവർ പ്രോആക്റ്റീവായിട്ടാണ് പോകുന്നത്. ടീം മെമ്പേഴ്സ് ആയാലും അവർക്ക് ടീമിന് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവർ, പാർട്ട്നേഴ്സിനായാലും ടീമിനായാലും. മേ ഞാൻ എംപ്ലോയി ലെവൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. അതേപോലെ പാർട്ണർ ആകുമ്പോഴും എനിക്കും ട്രെയിനിങ് തരുന്നുണ്ട്. ഇന്നിപ്പം മീറ്റിംഗ് വന്നിട്ടുണ്ട്. ഇത് കിട്ടിയ പോയിന്റ്സ് ആണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സോ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ എന്തൊക്കെ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്? ഏത് ടാർഗറ്റ് മാർക്കറ്റാ? എങ്ങനെയാ ഈ ഫ്രാഞ്ചൈസി സിസ്റ്റം റൺ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് റൺ ചെയ്ത് ഒരു ബിസിനസ് ഓണറെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് എടുക്കുന്നത്? പ്രോഫിറ്റബിലിറ്റി എടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ഓണർ വരുമ്പം ആ ഒരു തിങ്കിങ് മാറ്റങ്ങളും ഈ നെറ്റ്വർക്ക് സിസ്റ്റം എടുത്ത് സക്സസ്ഫുൾ ആകാമെന്നുള്ള ആ ധൈര്യം എപ്പോൾ വന്നു നിങ്ങൾക്ക്? ഇതിപ്പോ എനിക്കൊരു 42 ഏജ് ഉണ്ട്. 23 ഏജിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 23 ഏജിലാണ് ഞാൻ എംപ്ലോയി ആയിട്ട് വന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു മെച്യൂരിറ്റി ലെവൽ വന്നാലേ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് എല്ലാം അറിയണം, ഒരു എംപ്ലോയി ഹാൻഡിൽ ചെയ്യാൻ അറിയണം, കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. പിന്നെ IT ട്രെയിനിങ് ഇപ്പൊ ഡിമാൻഡാണ്. ഇപ്പൊ എവിടെ പോലും IT ട്രെയിനിങ് ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് അത് കൊണ്ട് മാത്രമേ അടുത്ത ലെവലിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം AI ആയാലും നമ്മളിപ്പം ഡേറ്റാ സയൻസ് വരുന്നുണ്ട്, ബ്ലോക്ക് ചെയിൻ വരുന്നുണ്ട്, അങ്ങനെ പുതിയ പൈത്തൺ വരുന്നുണ്ട്. ഇപ്പം അതൊക്കെ ഡിമാൻഡ് ലെവൽ വരുന്നതാണ്. അപ്പം നമുക്ക് ആ ലെവലിലോട്ട് വരണമെങ്കിൽ പുതിയ ജനറേഷൻ വരണമെങ്കിൽ IT ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. Are you happy with the decision that you made to become a franchisee of Network Systems? ഡെഫിനറ്റ്ലി സാർ. ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഒരു പാർട്ണർ ആകുമ്പോൾ അത് 100% ഡിസിഷൻ എടുത്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിലൊരു ഹാഫായിട്ട് ഒരു 5% ഡൗട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. 100% ഞാൻ കോൺഫിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഡിസിഷൻ എടുത്തത്. 100% നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ ഫ്രാഞ്ചൈസി സിസ്റ്റത്തില് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് ഈ നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ ഫ്രാഞ്ചൈസി എടുത്തത് എന്ന് ശിവകുമാർ, ഫ്രാഞ്ചൈസി പാർട്ട്ണർ ഓഫ് ട്രിവാൻഡ്രം സെന്റർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ നെറ്റ്വർക്ക് സിസ്റ്റത്തില് ശിവകുമാറെ പോലെ നിങ്ങൾക്കും ഒരു നല്ല ഒരു ഫ്രാഞ്ചൈസി ഓണർ ആകാം. സൈൻ ചെയ്യുക, നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ ഫ്രാഞ്ചൈസി ആകുക, നിങ്ങളും ജയിക്കാൻ പറ്റും.